ചിന്നക്കനാലിലെ കയ്യേറ്റ വിഷയത്തിൽ മാത്യു കോഴനാടൻ എംഎൽഎക്ക് മുന്നറിയിപ്പുമായി CPIM ഇടുക്കി ജില്ലാ നേതൃത്വം. കയ്യേറിയ ഭൂമി വിട്ടു നൽകിയില്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. മാത്യു കോഴനാടൻ MLA ഭൂമി വിട്ടു നൽകാനുള്ള മാന്യത കാണിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. മാത്യു കോഴനാടൻ എല്ലാം കൊണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ളതുപോലെ ഒരു ദുരൂഹതയുടെ ആൾരൂപമാണ് മാത്യു കോഴനാടൻ. കാരണം അദ്ദേഹം മാന്യതയുണ്ടെങ്കിൽ സർക്കാർ കണ്ടെത്തിയ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ്, ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ ആളുകൾക്ക് കൊടുക്കണം. ഞങ്ങൾ ആലോചിച്ച് ബഹുജനങ്ങളെ അണിനിരത്തി മാർച്ച് നടത്തും. സർക്കാരിലേക്ക് പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമി തിരിച്ച് വിടുന്നില്ല എങ്കിൽ ആ ഭൂമി ജനങ്ങളെ ആ ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും, സർക്കാരിനെ കാണിച്ചു കൊടുക്കും. സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ആ നിലപാടിലേക്ക് ഞങ്ങൾ പോകും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാറുണ്ട്. വിഷ്ണു, ഇതിനകത്ത് ഇപ്പോൾ മാത്യു കോഴനാടൻ തന്നെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അങ്ങനെ അനധികൃതമായ ഭൂമി ഉണ്ടെങ്കിൽ അത് സർക്കാർ പിടിച്ചെടുക്കട്ടെ എന്നാണ്. CPIM ഇടുക്കി ജില്ലാ നേതൃത്വം എന്ത് മുന്നറിയിപ്പാണ് മാത്യുവിന് നൽകുന്നത്? ഗോപികൃഷ്ണൻ, ഈ 50 സെന്റ് അധിക ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യപടിയായി മാത്യു കോഴനാടന് നോട്ടീസ് നൽകി 8-ാം തീയതി അദ്ദേഹം ഹാജരാകുകയും ഈ ഭൂമി കയ്യേറിയ പശ്ചാത്തലത്തിൽ എന്താണെന്നുള്ളതിന്റെ വിശദീകരണം നൽകുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ഇതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ ഇത്തരം നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇടുക്കി ജില്ലാ നേതൃത്വം മാത്യു കോഴനാടനെ വിഷയത്തിൽ കടന്നാക്രമിക്കുന്ന സമീപനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്യു മാന്യതയുള്ള ആളാണെങ്കിൽ ഈ 50 സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുൻപ് വിട്ടു നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അങ്ങനെ മാത്യുവിന്റെ കയ്യിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ, മാത്യു ഈ ഭൂമി വിട്ടു നൽകാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഭൂരഹിതരായ ഇടുക്കിയിലുള്ള ആളുകൾക്ക് ഈ ഭൂമി ഏറ്റെടുത്ത് നൽകുന്ന നടപടിയിലേക്ക് CPIM പോകും എന്നൊരു മുന്നറിയിപ്പാണ് ജില്ലാ സെക്രട്ടറി CV വർഗീസ് നൽകുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഔദ്യോഗിക പ്രതിഷേധ പരിപാടികൾ ഒന്നും തന്നെ CPIM ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടില്ല. നേരത്തെ CPIMന്റെ ശാന്തമ്പാറ ഓഫീസ് അനധികൃതമായി നിർമ്മിച്ചു എന്നൊരു വലിയ വിവാദമുണ്ടാവുകയും പിന്നാലെ ആ മതിൽ CPIM പൊളിച്ചു കളയുകയും ചെയ്തു. ഇന്നലത്തെ പ്രതികരണത്തിനിടയിൽ CV വർഗീസ് ചൂണ്ടിക്കാട്ടിയതും അതാണ്. തങ്ങൾക്കെതിരെ അത്തരമൊരു ആക്ഷേപം, അത്തരമൊരു കണ്ടെത്തൽ ഉണ്ടായപ്പോൾ തങ്ങൾ മാന്യതയുടെ ഭാഗമായി, ധാർമ്മികതയുടെ ഭാഗമായി ആ മതിൽ പൊളിച്ചു കളയാൻ തയ്യാറായ വ്യക്തികളാണ്. ആ ധാർമ്മികതയെങ്കിലും കാണിക്കാൻ മാത്യു കോഴനാടൻ തയ്യാറാകണം, അല്ലെങ്കിൽ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് CV വർഗീസ് നൽകുന്നത്. 8-ാം തീയതിയാണ് മാത്യു കോഴനാടനോട് റവന്യൂ വകുപ്പിന് മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗോപി. വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്.